ഗോവിന്ദച്ചാമി ഒരു കേസിലെ പ്രതിയാണ്. നാളെ ഗോവിന്ദച്ചാമി ഹിന്ദു ആയതുകൊണ്ടല്ലേ മുസ്ലിം ലീഗുകാർ ഈ ബഹളം ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുമോ ഇവർ? ഈ കേസിലേക്ക് എന്തിനാണ് ഉസ്താദുമാരുമായി ബന്ധപ്പെട്ട സംഭവം കൊണ്ടുവരുന്നത്? ഉസ്താദുമാർ പീഡിപ്പിക്കപ്പെട്ട കേസിൽ നിങ്ങൾ ഇതുപോലെ ഇറങ്ങിയിട്ടുണ്ടെന്ന് ചോദിക്കുകയാണ്. ഉസ്താദുമാർ പീഡിപ്പിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ആരാ നിഷേധിക്കുന്നത്? പക്ഷേ ഉസ്താദുമാർ പീഡിപ്പിച്ച എത്ര കേസിൽ ഇതുപോലെ കൗൺസിലേഴ്സിനെ സംരക്ഷിച്ചും പോക്സോ കേസ് എടുക്കാതെയും ആദ്യത്തെ അന്വേഷണ ഏജൻസികൾ അട്ടിമറിച്ചതുമായിട്ട് ഏതെങ്കിലും ഒരു കേസുണ്ടോ? ഏതെങ്കിലും ഒരു കേസ്? ഏതെങ്കിലും ഒരു ഉസ്താദിനെതിരെ, ഒരു മദ്രസാധ്യാപകനെതിരെ കേസുണ്ടായപ്പോൾ അത് കള്ളക്കേസാണ്, ആ അധ്യാപകനെ ഞങ്ങൾ സംരക്ഷിക്കും എന്ന് പറഞ്ഞ് ഈ തെരുവിലിറങ്ങിയ ഏതെങ്കിലും മുസ്ലിം സംഘടനകളെ, മുസ്ലിം സ്ഥാപനങ്ങളെ, മുസ്ലിം പ്രസിദ്ധീകരണങ്ങളെ ഇവർക്ക് ആർക്കെങ്കിലും ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റും? എന്തിനാണ് ആവശ്യമില്ലാത്ത ഒരു സംഗതി അതിലേക്ക് കൊണ്ടുവരുന്നതിനാണ്? ഉസ്താദുമാർ പീഡിപ്പിക്കപ്പെട്ടവൾ, ഉസ്താദുമാരാൽ പീഡിപ്പിക്കപ്പെട്ടതിൻ്റെ കേസുമായിട്ട് എന്ത് സാമ്യം അതിനുള്ളത്? ഇതെന്താണ് സംഭവം? ഈ കേസിൽ ഒരു പ്രധാനപ്പെട്ട സംഘപരിവാർ നേതാവ് 10 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുഞ്ഞിനെ, നിരാലംബയായ കുഞ്ഞിനെ, അതിൻ്റെ പശ്ചാത്തലം ആലോചിച്ച് നോക്കണം, പലതരത്തിൽ പീഡിപ്പിക്കുകയും ആ കേസ് അട്ടിമറിക്കാനുള്ള പ്രോസസ് ഉണ്ടല്ലോ, ആ പ്രോസസ്സിൽ പോലും ആ കുഞ്ഞിനെ മാരകമായി ഇവർ ഉപദ്രവിച്ചിട്ടുണ്ട്. ആ കേസും ഏതെങ്കിലും ഒരു മദ്രസാധ്യാപനത്തിനായിട്ടുള്ള കേസും പ്രോപ്പർ വഴിയേ പോകുന്ന കേസുകളാണ് എല്ലാം. അതിലെന്താ പ്രശ്നം? ഇനി ഏതെങ്കിലും അധ്യാപകൻ മദ്രസാധ്യാപകനുമായി ബന്ധപ്പെട്ട കേസ് ആരെങ്കിലും അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഡിബേറ്റ് ചെയ്യാം. ആ സാമ്യമല്ലോ ഇതിനകത്തുള്ളത്. അപ്പോൾ അത് വെറുതെ എന്തിന് കൊണ്ടുവരുന്നു എന്ന ചോദ്യം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ചോദിക്കുന്ന അതാണ്. അതായത് മുസ്ലിം ലീഗുകാർ ഇനി മുസ്ലിങ്ങൾ ഇരകളാക്കപ്പെടുകയും ഹിന്ദുക്കൾ പ്രതികളാക്കപ്പെടുകയും, ഇനി മുസ്ലിങ്ങൾ ഇര തന്നെ ആവേണ്ടതില്ല, ഹിന്ദുക്കൾ പ്രതികളാവുന്ന ഒരു കേസിലും ഇനി മുസ്ലിം ലീഗിന് മിണ്ടാൻ പറ്റില്ല എന്നുണ്ടോ? ഗോവിന്ദച്ചാമി ഒരു കേസിലെ പ്രതിയാണ്. നാളെ ഗോവിന്ദച്ചാമി ഹിന്ദു ആയതുകൊണ്ടല്ലേ മുസ്ലിം ലീഗുകാർ ഈ ബഹളം ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുമോ ഇവർ? എത്ര ആൾക്കാരിവിടെ എന്തെല്ലാം കേസുകളിൽ അകത്ത് കിടപ്പുണ്ട്? അപ്പോൾ ഹിന്ദുവായ പ്രതികളാണെങ്കിൽ ലീഗ് മിണ്ടരുത്, SDPI മിണ്ടരുത് എന്ന നിലയ്ക്ക് അവരുടെ രാഷ്ട്രീയവും നിയമപരവുമായ എല്ലാ ഇടപെടൽ സാധ്യതകളെയും റദ്ദ് ചെയ്യാൻ ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തെന്നുള്ള ചോദ്യമുണ്ട്. ആ ചോദ്യം ചോദിക്കുമ്പോൾ വളച്ചൊടിച്ചു, വ്യാജം പറയുന്നു എന്ന മട്ട് പറയാണ്. പിന്നെ SDPIക്കാർ ഇപ്പോൾ ബഹളം വയ്ക്കുന്നുണ്ട്, SDPIക്കാർ ഇപ്പോൾ സർക്കാരിനെ വിമർശിക്കുന്നുണ്ട്. ആ വിമർശിക്കുന്നതാണ് ഈ പരാമർശത്തിന് അദ്ദേഹത്തെ ട്രിഗർ ചെയ്തിട്ടുള്ളതെങ്കിൽ എന്താണ് ആ വിമർശനം? ആ വിമർശനം ഈ കേസ് അട്ടിമറിക്കാൻ ആദ്യഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ഏജൻസികൾ പ്രവർത്തിച്ചു എന്നത് ആർക്കറിയാത്തത്? കേസ് കോടതി വരികയും കോടതി ശരിയാവണ്ണം പരിശോധിക്കുകയും ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കുകയും ചെയ്തു. പക്ഷേ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമം ഉണ്ടായിട്ടില്ലേ? ക്രൈംബ്രാഞ്ച് പോക്സോ അട്രാക്ട് ചെയ്യാതെ ഈ കേസ് എടുത്തില്ലേ? എങ്ങനെയാണ് 9ഉം 10 വയസ്സും പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനെ പീഡിപ്പിക്കാനുള്ള ശ്രമത്തിൽ പോക്സോ ഇല്ലാതെ കേസെടുക്കാൻ പറ്റുക? അന്വേഷണം പലകുറി അട്ടിമറിക്കാൻ ശ്രമിച്ചില്ല. ഈ ഹരീന്ദ്രൻ ഫേസ്ബുക്കിൽ എഴുതിയ പോസ്റ്റിൽ ചോദിക്കുന്നുണ്ട്, BJP നേതാവായതുകൊണ്ടാണോ പോലീസെ നിങ്ങൾക്ക് ഈ അമാന്തമെന്ന്? ഹരീന്ദ്രൻ തന്നെ അദ്ദേഹത്തിൻ്റെ മുൻ പോസ്റ്റിൽ സമ്മതിക്കുന്നുണ്ട് ഈ കേസിൽ അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന്.